അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് റീന. ഞാൻ ഹോളി ഫാമിലി ചർച്ച് ചിറ്റൂർ ഇടവകാംഗമാണ്. ഞാൻ ഫെബ്രുവരി 10 ഇവിടെ വൺ ഡേ ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് ഷോൾഡർ പെയിനും ഒപ്പം ഒരു 10 രൂപ കോയിൻ്റെ വലുപ്പത്തിലുള്ളൊരു തടിപ്പും ഈ ഷോൾഡറിൻ്റെ കീഴെയായിട്ട് ഉണ്ടായിരുന്നു. അത് ജനുവരി 1st വീക്ക് തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അച്ഛൻ കൈ ഉയർത്തി സ്തുതിക്കാനായിട്ട് പറയുമ്പോൾ എനിക്ക് ഈ കൈ ഉയർത്തി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ട് കൊടുത്തിട്ട് ഈ കൈയിനെ പൊക്കി പിടിക്കുകയായിരുന്നു. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കൈ താഴേക്ക് വീഴുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അന്ന് ഒരു സിസ്റ്റർ ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. സിസ്റ്ററിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു. സിസ്റ്റർക്ക് ഇവിടുന്ന് വെഞ്ചിരിച്ച എണ്ണ ഉപയോഗിച്ചപ്പോൾ കിട്ടിയൊരു രോഗസൗഖ്യമായിരുന്നു. അപ്പോൾ ഞാനും ഇവിടുന്ന് വെഞ്ചിരിച്ച എണ്ണ വാങ്ങി ഒരു 7 ദിവസം കഴിക്കാമെന്ന് നേർന്ന് വാങ്ങി കൊണ്ടുപോയി. വീട്ടിൽ ചെന്ന് ഞാനത് കഴിക്കുകയും ചെയ്തു. ചായ കുടിക്കുന്നതിന് മുമ്പ് അത് കഴിച്ചിട്ട് എനിക്ക് വേദനയ്ക്ക് കുറവൊന്നുമില്ല. സാധാരണ വീട്ടിൽ ഒരുപാട് ജെല്ല്, ബാം, പിന്നെന്താണ് അയോഡെക്സ് എല്ലാം മാറി ഞാൻ ഈ തടിപ്പിൽ ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. പിന്നെ അവസാന കൈയായിട്ട് നമ്മുടെ ആയുർവേദ തൈലങ്ങളുണ്ട്, അതും നല്ല പോലെ തേച്ച് കൊടുക്കും. ചൂടാക്കി തേക്കും. അത് തേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൈ തൂക്കിയിട്ടാൽ നമ്മുടെ വിരലിൽ നിന്നൊക്കെ എണ്ണ താഴെ ഇറ്റിറ്റ് വീഴുന്ന രീതിയിലാണ് ഞാനത് അത്രയും തേച്ച് കൊടുത്തിരുന്നു. എന്നിട്ടും എനിക്ക് വേദനയ്ക്കൊന്നും കുറവുണ്ടായില്ല. പിന്നെ അന്ന് ഇവിടുന്ന് പോയതിന് ശേഷം എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. പിന്നെ ഇപ്പോൾ നാളെ രാവിലെ ഡോക്ടറെ അടുത്ത് തന്നെ പോവാം. രാത്രിയായി. പിന്നെ വീട്ടിലാണെങ്കിൽ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ ആളില്ല. അപ്പോൾ നാളെ ഹോസ്പിറ്റലിലേക്ക് മിസ്സിൻ്റെ അടുത്ത് വരാനായിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള എണ്ണയുണ്ടല്ലോ. അപ്പോൾ അത് കഴിക്കാൻ മാത്രമല്ല, ഈ സ്പോട്ടിലൊന്ന് കുരിശ് വരച്ചൊന്ന് പ്രാർത്ഥിച്ചൊന്ന് കുരിശ് വരച്ച് കൊടുക്കാമെന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് എണ്ണയെടുത്ത് ഒരു 3 കുരിശ് വരച്ചു. അപ്പോൾ കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ നാളെ ഞാൻ എണീക്കുമ്പോഴേക്കും ഈ തടിപ്പ് എൻ്റെ ശരീരത്തിൽ നിന്നൊന്ന് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടൊന്ന് ഇങ്ങനെ ഈ തടിപ്പിനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ എനിക്ക് അവിടെ ആ തടിപ്പ് ഇല്ല. ഞാൻ ആവശ്യപ്പെട്ടത് നാളെ ഉണരുമ്പോഴേക്കാണ് എനിക്കിത് എടുത്തു മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ എനിക്ക് 10 മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്ക് ഈ തടിപ്പ് ഈശോ എടുത്തു മാറ്റി. പക്ഷെ ആദ്യം എനിക്ക് തൊട്ടപ്പോൾ അവിടെ തടിപ്പില്ലാതായപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ തൊട്ട സ്പോട്ട് മാറിപ്പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി. പക്ഷേ സ്പോട്ട് മാറാനൊന്നുമില്ല, നല്ല വലുപ്പത്തിലുള്ള ഒരു തടിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഈശോ ഇടപെട്ട് എനിക്ക് എത്രയും വേഗം ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് രോഗസൗഖ്യം തന്നെ എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി നന്ദികൾ. പക്ഷേ ഷോൾഡർ പെയിൻ എനിക്ക് അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഈശോയോട് ആവശ്യപ്പെട്ടതും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം, മേ ബി, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പെയിൻ എനിക്ക് പിന്നെയും ഒരു മാസത്തോളം വീണ്ടും ഞാനത് സഹിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പം എനിക്ക് ഇന്നലെ തൊട്ട് എനിക്ക് ഒരു 95% പെയിൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ഇനി ചെറിയൊരു വേദനയുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ കയ്യിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി നന്ദികൾ. ശരീരത്തിലെ ഷോൾഡർ ഉയർത്താനുള്ളതും അതിൻ്റെ താഴെ വലിപ്പത്തിലുള്ള മുഴയും ഈശോ സൗഖ്യപ്പെടുത്തി. മറ്റൊരു സാക്ഷ്യം കേട്ടപ്പോഴാണ് ഈ സഹോദരിക്ക് പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്ത വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കിട്ടുമ്പോൾ അത് ദൈവമഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്തണം. മറ്റുള്ളവർക്ക് മറ്റൊരു സാക്ഷ്യമായിട്ടത് മാറുകയും ചെയ്യും. എല്ലാവരും